മാഡിന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ വലിയ ഹാപ്പി ഒന്നും അല്ല ഞാൻ, കാരണം ഞാനൊരു നല്ലൊരു പ്രാങ്കൊക്കെ അനുഭവിച്ചിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഈകളൊന്നും നല്ല രീതിക്ക് എന്നെ പ്രാങ്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനും വിചാരിച്ചു കുറച്ച് മുമ്പ് ഒരു കുഴപ്പമില്ല, എന്നെ താഴേക്ക് ട്രൈപോഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഫുള്ള് കാല് മാറി, ഫുള്ള് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ലാസ്റ്റ് ദേഷ്യം വന്നു ഗൈസ്. അപ്പോൾ ഒരുമാതിരി പ്രാങ്ക് ആയിപ്പോയി. അപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ, കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കാണുമ്പോൾ, പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളത് കണ്ടിട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് നമ്മുടെ മാഡിന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. നമ്മളിന്നിപ്പോൾ ഇവിടെ ഒന്ന് കുറേ ലേറ്റായി. അപ്പോൾ ആൾ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി. ട്രൈപോഡ് എടുക്കാനായിട്ട് ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് പോയിക്കുക. ട്രൈപോഡ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങി അവിടുന്ന്. അപ്പം ചെറിയൊരു പ്രാങ്ക് കൊടുക്കുക. അപ്പം ഞാൻ വരുമ്പോൾ പറയും നമുക്ക് യൂട്യൂബ് ചാനൽ നിർത്താം, അങ്ങനെ പറഞ്ഞിട്ട് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ പണി. ചീറ്റിപ്പോകുമെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെയുള്ളൂ ഗോപ്രോ ആളൊന്നും തപ്പാത്തൊരു സ്ഥലം. അപ്പം ഞാൻ അറിയാത്ത പോലതാ ഗോപ്രോ ആക്കിയാണ് ഒന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഷൂട്ട് ചെയ്യണമെങ്കിൽ ആളുടെ ഫോൺ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചാർജ് ഇല്ലാത്ത കാരണം ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പം നമുക്ക് ബാക്കി അതിൽ ഷൂട്ട് ചെയ്യാൻ കരുതി. ഒറ്റയ്ക്കുള്ള പ്ലാനിങ് ആയതുകൊണ്ട് കൊളാവോന്ന് അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടുള്ളൂ. അപ്പുറത്തെ താഴെ തന്നെ റൂം. ഇപ്പോൾ വരുമോ എന്നുള്ളത് നോക്കി നോക്കട്ടെ കേട്ടോ. വന്ന റൂമിൽ കൊട്ടിക്കോ, ലോക്ക് ചെയ്തിട്ടില്ല. അവരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പം തന്നെ എത്തും. സ്റ്റെയർ കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തും. ആദ്യമായിട്ടാണ് ഞാൻ പ്രാങ്ക് ഇങ്ങനെ കൊടുക്കണം. എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ അതിന്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല, പക്ഷെ ഒരു ചെയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഡ്രസ് മാറിയില്ല. അവരൊക്കെ അടിപൊളി കമ്പനിയാട്ടോ. മാനേജർ അടിപൊളിയാ പുള്ളി. നിങ്ങളുടെ ഫുഡ് ഇഷ്ടമായോ? അധികം കഴിക്കാൻ പറ്റിയില്ലേ? അധികം കഴിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ കൊറേ സൂപ്പൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് തോന്നുന്നു എന്റെ പണി എമ്മാരി എരിവ. അയ്യോ, ഇതൊക്കെ മാറ്റിക്കൂടായിരുന്നോ? ഇവിടെ തന്നെ വെച്ച 2 ജോഡി ഡ്രസ്സും കൂടെ എടുക്കായിരുന്നു അല്ലേ? 2 ജോഡി ഡ്രസ്സും കൂടെ എടുക്കായിരുന്നു. ഇനി വീട്ടിൽ പോകേണ്ടി വന്നാലോ?
ഇതേ നടക്കുവോ? ഈ 2 വീഡിയോ എഡിറ്റ് ചെയ്യണം. സ്പേസിന്റെ കാര്യമാണ് കുറച്ച് നോക്കാനുള്ള. ഇനി ഫോണ് ആണെങ്കിൽ ഫുള്ള് വരട്ട് ആകെ പ്രശ്നമായി. 2 വീഡിയോ എഡിറ്റും ചെയ്യണം, എന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ. എന്നാ ഒരു വീഡിയോ നാളത്തേക്ക് ആക്കിയാലോ? അത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യണോ? എഡിറ്റ് ചെയ്താലേ സ്പേസ് ആവുള്ളൂ. കാര്യം പറയട്ടെ, എന്ത് ചെയ്യാം? നമുക്കേ ഈ യൂട്യൂബ് ചാനലിന്റെ പിന്നാലെ ഇടയ്ക്ക് നിർത്തിയാലോ? യൂട്യൂബ് ചാനലിന്റെ പിന്നാലെ നടക്കല് നിർത്തിയാലോ? കുട്ടികളെ നല്ലല്ലേ? എത്ര മണിയെ നോക്കും ഇപ്പൊ തന്നെ? 2 മണി. ഉറങ്ങണ്ടേ? ഇതിപ്പോ എത്ര ദിവസമായി ഉറക്കൊക്കെ? 2 മണി 3 മണി. വർക്ക് ചെയ്യാനുള്ളതല്ലേ നിനക്ക് അറിഞ്ഞൂടെ? വീഡിയോ എടുക്കൽ എഡിറ്റിംഗ് കഴിഞ്ഞ എപ്പോഴാ പിന്നെ ഉറക്കവും കാര്യങ്ങളും? ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമാണോ? അതല്ലേ ചോദിച്ചത്. എന്തിനാണപ്പോ യൂട്യൂബ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്ന ആവശ്യമുണ്ട്? എത്ര നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം? ഫുൾ ടൈം അതിന്റെ പിന്നിൽ കുത്തിയിരിക്കല്. പിന്നെ ഇതൊക്കെ കാര്യം ചെയ്യാൻ നീ ചെയ്യൂ. അതാ പറഞ്ഞത്, നിനക്കാരും നമ്മൾ ഒരുമിച്ച് ഉറങ്ങാൻ എപ്പോഴാ? 3 മണി. പറഞ്ഞ നിർത്തിക്കോളെ. ഈ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട്. ഡെയിലി 3 മണിക്ക് ഉറങ്ങി രാവിലെ എണീറ്റ് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞല്ലേ കുറച്ച് റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്തോ അതിന്റെ പിന്നാലെ തന്നെ നടക്കണം. നമുക്ക് നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കണ്ടോ? ഇത് ഫുൾ ടൈം എഡിറ്റിങ്. പുറത്ത് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് പറഞ്ഞിരിക്കുക. സംസാരിക്കാറില്ല. കുറവൊക്കെ സംസാരിക്കണം. ഏടെ കുറവാണ്? നിനക്കെന്താ പ്രശ്നം? നമുക്ക് ചാനൽ നിർത്താം. ചാനൽ നമുക്ക് നിർത്താം. നമ്മുടെ എന്ത് കാര്യം നടക്കാത്ത നിന്റെ? അങ്ങനെയല്ല, സംസാരിച്ചിരിക്കില്ല. നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കുറവ് പോലെ. നമുക്ക് എന്തെങ്കിലും ചാനല് വെറുതെ അതിന്റെ പിന്നാലെ ടെൻഷനും പിടിച്ച്. എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇത് പിന്നെ എപ്പോഴാ അടിക്കണം? ഒന്ന് നോക്കി പറ. സമയം എത്രയും നോക്കുന്നു? 2 മണിയാവും. അത് സമയം ഇന്ന് നമ്മൾ ഇവിടേക്ക് വന്നോണ്ടല്ലേ. ഇനി നേരത്തെ ചെയ്യില്ലേ? നേരത്തെ കിടക്കൂലേ? കഴിഞ്ഞ ആഴ്ചയിൽ എത്ര മണിക്ക് ഉറങ്ങണം? 2 മണി 3 മണി പിന്നെ 4 മണി. അവിടെ ഒരാഴ്ച എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? എന്തായാലും എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്ര മണി? നീ എഡിറ്റ് ചെയ്തോ? നീ അത് കൊള്ളാലോ. നീ എഡിറ്റ് ചെയ്തോ? എനിക്കറിയാത്തോണ്ടല്ലോ. അറിയാത്തോണ്ട്. ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പണിയാ. കുറച്ച് ടൈം ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്? ടൈം കുറച്ച് എടുക്കുക. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയെടുത്തോ? ഞാനില്ല അവിടെ പോയി. പിന്നെ എന്താ നിനക്ക് വന്നാല് നീ ഇവിടെ എന്നാണ് ഇരിക്കുന്നേ? എല്ലാത്തിനും ഒരു വാശി. എന്നാ ഇതിന് റിസ്ക് എന്താന്ന് അറിയൂല്ല. ഒന്നും എന്ത് ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാ. നീ റെഡി അല്ലേ? അപ്പൊ ആദ്യമൊക്കെ റെഡി ആയിരുന്നല്ലോ. ആദ്യമൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു. ഇപ്പൊ എന്താ പിന്നെ യൂട്യൂബിനെ കുറിച്ച്? നീ ഒന്ന് ആലോചിക്ക്. നമുക്ക് ഈ യൂട്യൂബിന് വേണ്ടി മാത്രം അവനല്ലേ ടെക്കി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അവൻ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരുമോ? എന്നിട്ട് പിന്നെന്താ ചാനൽ കൊണ്ടു നടക്കണം ഇത്ര ബുദ്ധിമുട്ട്? നമ്മള് എവിടെയെങ്കിലും നമ്മള് പോകുന്നത് മാത്രമല്ല വ്ലോഗായിട്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും എന്നെ എവിടെ പോകണ്ട. വീട്ടിൽ നിന്ന് ഇതുപോലെ സംഭവം കഴിഞ്ഞില്ലേ? നിന്നെ ഇനി എവിടെയും കൊണ്ടുപോകണ്ട. നിന്നെ എവിടെ കൊണ്ടുപോകണ്ട. കാലത്ത് സമാധാനം തരില്ല. വെള്ളം നിനക്കിപ്പോ എന്താ പ്രശ്നം? മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ചാനൽ നിർത്തിട്ടോ. അത്രയായില്ലേ? ഉള്ള ജോലി നോക്കുക. ബാക്കി ഇത് എല്ലാം കൂടി നോക്കിയോണ്ടായോ? എല്ലാം കൂടി കൊണ്ടുനടക്കാൻ പറ്റൂല. എല്ലാം കൂടെ നോക്കി വെറുതെ വർക്ക് പ്രഷർ അതും ഇതും
ആകെയുള്ള സമാധാനം ആകെയുള്ള ഇത്. 4 മണിക്ക് കുറഞ്ഞുള്ള ആരോഗ്യം പോവും. അതും പറഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ 2 പൈസ കൊടുക്കും. ഫോട്ടോ വെച്ചോ? ഒന്നിനും പറ്റില്ല. ഒരു റിസ്ക് എടുക്കാനും പറ്റില്ല. വാതിൽ പോലും അടിച്ചിട്ടില്ല. ഇവിടെ കൊതുക് മൊത്തം കയറിയില്ല. നോക്കുന്ന അറച്ചു മുതൽ കൊതുകിനെ കൊല്ലാൻ നടക്കും. 2 മണിക്കൂറിന് കൊതുകിനെ കൊന്നു. എന്നാ പോയി കിടക്കെ പോയി. ഇത് പറ. ഏത് പറ? നമുക്ക് ചായ നിർത്താം. ആ പിന്നെ ഞാൻ നിർത്താം. എന്ത് നിർത്താം? എന്ത് വെറുതെ? ഇതുകൊണ്ട് ഇപ്പൊ എന്താ നിനക്ക് പ്രശ്നം? എന്താ സംസാരിച്ചോണ്ടിരിക്കണില്ല. ഇതിപ്പോ ഇതൊന്നും പറഞ്ഞു വന്നിട്ട് എന്താ നമ്മളെല്ലാരും സംസാരിക്കാറില്ലേ? നിന്നോട് സംസാരിക്കാറില്ല. നിന്നോട് എന്താ എപ്പോഴും ഞാൻ സംസാരിക്കാണ്ടിരുന്നേ? നമുക്ക് നമ്മുടേതായ പ്രൈവസി ഇല്ല. ഇതിപ്പോ ചാനലിന് വേണ്ടിട്ട് വരുന്നു. തൽക്കാലം ചാനൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്താ ചെയ്യുന്നത് ചെയ്യും. പബ്ജി അത് ഇതൊക്കെയാണ്. ഇപ്പൊ പബ്ജി കളിക്കണല്ലോ. പിന്നെന്താ? എന്നാ നീ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ നീ കൂടുതൽ മിണ്ടിക്കൊണ്ടിരുന്നോ? അപ്പൊ രണ്ടും താല്പര്യം. ഞാൻ പറയണ കേക്ക്. നമ്മളെന്നിട്ട് എപ്പോഴാ ഉറങ്ങണത്? നമുക്ക് ഹെൽത്ത് നോക്കണ്ടേ? 4 മണിക്കൊക്കെ മിഞ്ഞാന്നൊക്കെ ഉറങ്ങിയത്. എന്നിട്ട് രാവിലെ എണീക്കണം. അത് മനുഷ്യന്റെ ക്ഷീണാവണ്. ക്ഷീണൊക്കെ ഉണ്ടാവണം. ക്ഷീണൊക്കെ ഇപ്പൊ 2 മണിയാവണ്. ഇത് ഇന്നത്തെ ഈ ഒരു എടുത്തി നീ എപ്പോഴും എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും പറയുമ്പോ കിടന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാൻ ക്ലാസ് വെക്കാൻ പോകുമ്പോ ക്രോസ് എടുത്തിട്ടെ അവിടെ കിടക്ക. നിനക്ക് യൂട്യൂബ് ചാനൽ നിർത്തിയ പരിപാടി കഴിയുമോ? നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആരോഗ്യം ഉറങ്ങിയില്ലെങ്കിൽ എന്തൊക്കെ അസുഖം വരുന്ന അറിയോ? നീ ഉറങ്ങണ്ട. അത്ര ഉറങ്ങിയാൽ മതി. പകലെടുന്ന് ഉറങ്ങിക്കോ. അന്നാ നമുക്ക് 5 ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്ത് ഒറ്റയ്ക്ക് എവിടെ വെച്ചാൽ പോയി ഷൂട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് എവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് കിടന്നോ? ഞാൻ നോക്കണില്ല ഒരു കാര്യം. ഓഹോ, നമുക്കെന്താ പറ്റാത്ത? പറ്റൂല. നിർത്താൻ പറ്റൂല. നിർത്താൻ പറ്റൂല. അത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം നിർത്താൻ പറ്റൂല. ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കണ്ട. ലാസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമാവും. അപ്പുറം ഇപ്പുറം ആൾക്കാർ കിടക്കുന്ന യൂട്യൂബ് ചാനൽ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും കഥകളടിക്കാൻ തുടങ്ങും. ഇതിപ്പോ ആരാ ഈ സമയത്ത് 1 മണിക്കൊക്കെ അലാറം വെച്ചേ? നീയാണോ? എനിക്ക് ആ വാട്സന്ന വയ്ക്കണം. എന്നാ ഇന്ന് എഡിറ്റ് ചെയ്യണ്ട. നാളെ എഡിറ്റ് ചെയ്യാം. നാളെ ഞാൻ നാളെ ചെയ്യാം. കാണില്ലേ? ആ ഭൂമി ചമ്മണ്ണൂരാണ് കാണാം. ഇതൊക്കെ എന്തുകൊണ്ടാ? യൂട്യൂബ് ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായേ. ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ പറ്റുമോ ഇല്ല? എന്താ വേണ്ടേ? ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറയില്ല. എനിക്ക് എന്താ വേണ്ടേ? യൂട്യൂബ് നിർത്തോ? പറ്റൂല. പറ്റൂല. നമ്മള് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ നിർത്താനാ. സപ്പോർട്ട് ചെയ്യണം.
അതും പറഞ്ഞിട്ട് ഒരു നല്ല ലെവലിലേക്ക് എത്തണ്ടേ? നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെ പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട ആവശ്യമുണ്ടോ? നിനക്ക് ചെയ്യാൻ പറ്റും. ഞാനില്ലേ നീ ഒറ്റയ്ക്ക് പോക്കോ, നീ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോക്കോ. ഇതിനെ കൊണ്ട് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് കളി, ഇങ്ങോട്ട് പോടി, ഇങ്ങോട്ട് വന്നേ. ആജോ തുറക്ക്. വെറുതെ വാശി പിടിക്കണ്ട. വെറുതെ ഒരു കാര്യം നീ ഒന്ന് വാശി പിടിക്കണേ. എന്ത് കിട്ടണത്? എന്ത് ഇല്ല തുറക്ക്. ഇല്ല നീ പുറത്തു നിന്നോ? തുറന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റൂലല്ലോ. എന്ത് ചാനൽ എടുത്തിട്ടാണോ നിന്റെ ഇത്ര വലിയ കാര്യം? എന്ത് പ്രാങ്ക് എന്നതാ? ആര് പ്രാങ്കും? നിന്റെ എത്ര ഫോൺ കണ്ടില്ലല്ലോ. കൊഞ്ചമിക്ക് പറയണ്ട. കള്ള പന്നി, നീ എന്ത് ചെറ്റിയ നിനക്ക്? ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെടുത്തതാ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെടുത്തതാ. ബാ ഇങ്ങ് വാ, ഇങ്ങ് വാ. ഡോറടക്കി പുറത്തെങ്ങനെ ഇറങ്ങിട്ട് ആൾക്കാരെങ്ങനെ വരുമെന്ന് പേടിച്ച്. യൂട്യൂബ് ചാനൽ ഇല്ല, പിന്നെ ഞാനും പറഞ്ഞില്ല ചാനൽ നിർത്ത. എത്രയും കഷ്ടപ്പെട്ട് ഇത്ര ആക്കിട്ട് എക്സ്പ്രഷൻ നോക്കാം, നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. ഞാൻ കൂടി വിചാരിച്ചല്ല അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കും. ഞാൻ നോക്കട്ടെ എത്ര മിനിറ്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 16 മിനിറ്റ് ഒക്കെയോ? എന്റെ മോളെ നിന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചേ. പിന്നെ ഞാൻ എന്താ മറന്ന ബുദ്ധി എത്ര നാളെ കൊണ്ടിരുന്നിട്ട് പിന്നെ അന്നൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ ഞാൻ പഠിച്ചു. എന്തായാലും വല്ലാത്ത പ്രാങ്ക് ആയി പോയിട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ കിട്ടിയാൽ എനിക്ക് വെറുതെ ഒരു കാര്യമില്ലാണ്ട് യൂട്യൂബ് ചാനൽ നിർത്തണം നിനക്ക്. കൊള്ളാം, നല്ല പ്രാങ്ക്. ഭാഗ്യം ചീറ്റി പോയി. എനിക്ക് പേടിയായിരുന്നു ക്യാമറ കാണുമെന്ന്. പിന്നെ നമ്മൾ ഈ പോലീസിനെ പഠിച്ച് ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. പാവം ക്ഷീണിച്ച് ചേട്ടാ. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുറേ പ്രാങ്ക് ഷോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും എനിക്കൊരു പ്രാങ്ക് കിട്ടിയത് അതും ഇവളുടെ സൈഡിൽ നിന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്റെ ഭാഗ്യം ചീറ്റി പോയില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന്റെ ഫോണിൽ തന്നെ എടുക്കണമെങ്കിൽ എടുക്കണം. ഇവന്റെ ഫോൺ എപ്പോഴും എന്റെ തന്നെ ആയിരിക്കും. പിന്നെ ഈ ഗോപ്രോ 24 സമയത്ത് എന്റെ ഗോപ്രോ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടി. അയ്യോ കിട്ടി. ഇതിന്റെ പ്ലാൻ പോലൊക്കെ നടക്കും. അപ്പോ നല്ല പ്രാങ്ക് ആയി പോയിട്ടോ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണോ? പിന്നില്ലാണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഞാൻ ചിരി വരുമ്പൊക്കെ കടിച്ചു പിടിച്ചങ്ങനെ നല്ല പണിയായി പോയി. തിരിച്ചു കൊടുക്കണം. പക്ഷെ ഇപ്പൊ പറയാനുള്ള അതെ, രണ്ട് സൈഡും ആൾക്കാരൊക്കെ ഉള്ളതല്ല. അപ്പോൾ ഒച്ചപ്പാട് ടൈം ഓൾറെഡി ലേറ്റ് ആണ്. എൻ്റെ കണ്ണൊക്കെ കണ്ടില്ല ചുമന്നിരിക്കണം, ഉറക്കം വന്നിട്ട്. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം, പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് ഇവിടെ വിജയിച്ചതായിട്ട് എന്നെ പ്രാങ്ക് എന്നാല്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ Ciao.